നമസ്കാരം. ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. എല്ലാ കൊല്ലവും മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ജനാധിപത്യത്തിന്റെ 4ാം തൂണിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ദിനം സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെയും ഉയർത്തിക്കാട്ടുന്നു. ലോകമെമ്പാടും മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ഈ ദിനാചരണം ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം വിവരങ്ങൾ തടസ്സമില്ലാതെ ഒഴുകിയെത്തുന്നുവെന്നും ഈ ദിനം ഉറപ്പാക്കുന്നു. നിർമ്മിത ബുദ്ധി മാധ്യമ രംഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനാണ് ഇക്കൊല്ലത്തെ മാധ്യമ സ്വാതന്ത്ര്യ ദിനം ഊന്നൽ നൽകുന്നതെന്ന് യുനെസ്കോ വ്യക്തമാക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം അതിപ്രധാനമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലം ചെങ്കോട്ട കോയമ്പത്തൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. റെയിൽവേ പാത ബ്രോഡ്ഗേജ് ആക്കിയിട്ട് 8 വർഷം. സർവീസ് ഇതുവരെയും തിരികെ വന്നിട്ടില്ല. അധ്യാപക നിയമനത്തിൽ ഹൈക്കോടതി ഇടപെടൽ. അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനം വേണമെന്ന് ഹൈക്കോടതി. ഭിന്നശേഷിക്കാരുടെ ഒഴിവുകൾ നികത്തുന്നതിനായി സർക്കാർ തയ്യാറാക്കുന്ന പട്ടികയും പരിഗണിക്കണം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL അനിശ്ചിതകാല സമരം. കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർ, ഫോറം ജീവനക്കാർ എന്നിവരുടെ ന്യായമായ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ലെന്ന് ജീവനക്കാർ. IREL CIT നേതൃത്വത്തിലാണ് അനിശ്ചിതകാല സമരം. ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയ്ക്ക് ബ്രേക്ക്. 1 പവൻ സ്വർണത്തിന്റെ വില 70,040. 10 ദിവസത്തിനിടെ പവന് കുറഞ്ഞത് 4,000-ലധികം രൂപ. 2 ദിവസമായി വിലയിൽ മാറ്റമില്ല. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ചെങ്കോട്ട കോയമ്പത്തൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മീറ്റർ ഗേജ് കാലത്ത് പളനി തീർത്ഥാടകരുടെ പ്രധാന സഞ്ചാരമാർഗമായിരുന്നു കൊല്ലം കോയമ്പത്തൂർ ട്രെയിൻ സർവീസ്. ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത ബ്രോഡ്ഗേജ് ആക്കിയിട്ട് 8 വർഷമായിട്ടും ഈ സർവീസ് ഇതുവരെ തിരികെ വന്നിട്ടില്ല. ഈ അവധിക്കാലത്ത് ഒട്ടേറെ പേരാണ് വിവിധ ജില്ലകളിൽ നിന്ന് പളനിയിലേക്ക് യാത്ര ചെയ്യുന്നത്. നിലവിൽ തെക്കൻ കേരളത്തിൽ നിന്ന് പളനിയിലേക്ക് പോകാൻ അമൃത എക്സ്പ്രസ് മാത്രമാണുള്ളത്. അമൃത എക്സ്പ്രസ് കോട്ടയം, എറണാകുളം, പാലക്കാട് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം യാത്രാസമയം വേണ്ടിവരുന്നു. അമൃത എക്സ്പ്രസിൽ ടിക്കറ്റ് കിട്ടാനും ഏറെ ബുദ്ധിമുട്ടാണെന്ന് യാത്രക്കാർ പറയുന്നു. ഈ അവസരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊല്ലം കോയമ്പത്തൂർ എക്സ്പ്രസ് സർവീസ് തിരുവനന്തപുരം നോർത്ത് ഈറോഡ് എക്സ്പ്രസ് സർവീസായി പുനരാരംഭിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. കൊല്ലത്ത് നിന്ന് പുനലൂർ, ചെങ്കോട്ട, തെങ്കാശി, രാജപാളയം, വിരുദ്നഗർ, മധുര, ഡിണ്ടിഗൽ, പളനി, പൊള്ളാച്ചി വഴിയാണ് കോയമ്പത്തൂരിലെത്തേണ്ടത്. അതിനാൽ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും ഈ സർവീസ് അനുഗ്രഹമാണ്. ഈ ട്രെയിൻ സർവീസ് ആഴ്ചയിൽ 1 ദിവസം സ്പെഷ്യൽ സർവീസായി ആരംഭിക്കാവുന്നതേയുള്ളൂ. യാത്രക്കാരുടെ ലഭ്യതയും വരുമാനവും വിലയിരുത്തി തുടർന്ന് റെഗുലർ സർവീസാക്കി മാറ്റാനും സാധിക്കും. പളനി ക്ഷേത്ര ദർശനത്തിന് പോകുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഉപകാരമാവുകയും തമിഴ്നാടിൻ്റെ വ്യാവസായിക നഗരങ്ങളായ കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് എന്നീ നഗരങ്ങളിലേക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റി ലഭിക്കുകയും ചെയ്യും. ഈ അവധിക്കാലത്ത് തിരുവനന്തപുരം നോർത്ത് ഈറോഡ് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയ്ക്ക് ബ്രേക്ക് വീണു. 1 പവൻ സ്വർണത്തിന്റെ വില 70,040 രൂപയിൽ തന്നെ നിൽക്കുന്നു. 8,755 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 10 ദിവസത്തിനിടെ പവന് 4,000-ലധികം രൂപയാണ് കുറഞ്ഞത്. എന്നാൽ താഴേക്കിറങ്ങിക്കൊണ്ട് നിന്ന സ്വർണ്ണവില ഇന്നലെയും ഇന്നുമായി ചലിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ വിലയിൽ ഇന്നും മാറ്റമില്ല. ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയ്ക്കാണ് ബ്രേക്ക് വീണത്. 1 പവൻ സ്വർണത്തിന്റെ വില 70,040 രൂപയിൽ തന്നെ തുടരുകയാണ്. 8,755 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. സ്വർണ്ണവില കയ്യിലൊതുങ്ങാതെ കുതിക്കുമെന്ന ഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിൽ 23 മുതലാണ് ആശ്വാസകരമായ രീതിയിൽ വില കുറയാൻ ആരംഭിച്ചത്. 6 ദിവസത്തോളം സ്വർണ്ണവിലയിൽ കുറവ് സംഭവിച്ചെങ്കിലും പിന്നെയും നേരിയ വർധന വിലയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒറ്റയടിക്ക് ഇത്രയും വലിയൊരു താഴ്ച വരികയും ശേഷം വില മാറുന്നത് നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക്, സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക്, കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ.
രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയുടെ ചാഞ്ചാട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അധ്യാപക നിയമനത്തിൽ ഹൈക്കോടതി ഇടപെടൽ. അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഭിന്നശേഷിക്കാരുടെ ഒഴിവുകൾ നികത്തുന്നതിനായി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ തയ്യാറാക്കുന്ന പട്ടികയും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയ്ക്ക് വരുന്ന അധ്യാപക നിയമന അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങളിൽ ഭിന്നശേഷി സംവരണം ഉറപ്പാക്കാനായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവുകളും സർക്കുലറുകളും കോടതി ശരിവെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ നിയമനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്നും ജസ്റ്റിസ് TR രവി ഉത്തരവിട്ടു. സർക്കാരിന്റെ ഉത്തരവും സർക്കുലറും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളും ഭിന്നശേഷി സംവരണം നടപ്പാക്കാത്തതിനാൽ നിയമന അംഗീകാരം വൈകുന്ന അധ്യാപകരുമാണ് കോടതിയെ സമീപിച്ചത്. ഇതേസമയം ഭിന്നശേഷിക്കാരുടെ ഒഴിവുകൾ നികത്തുന്നതിനായി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ തയ്യാറാക്കുന്ന പട്ടികയും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിനായി സ്കൂളിനെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിങ്ങനെ കണക്കാക്കാതെ ഒറ്റ യൂണിറ്റായി കണക്കാക്കണമെന്ന ആവശ്യം തള്ളിയ കോടതി പ്രൈമറി സ്കൂളും ഭിന്നശേഷിക്കാരെ നിയമിക്കണമെന്ന് കാട്ടി സർക്കാർ ഇറക്കിയ ഉത്തരവ് ശരിവെച്ചു. ആദ്യ ഒഴിവ് തന്നെ ഭിന്നശേഷിക്കാർക്കായി നീക്കിവെക്കണമെന്ന നിർദ്ദേശവും അംഗീകരിച്ചു. പ്രൊട്ടക്ടഡ് അധ്യാപകർക്കായി നീക്കിവെച്ച തസ്തികകൾ ഒഴിവാക്കിയ സർക്കാർ നടപടിയിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തഴവ ഗ്രാമപഞ്ചായത്തിലെ ഹൈമാസ്, ലോമാസ് ലൈറ്റുകളിൽ ഭൂരിഭാഗവും പ്രകാശിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് പരാതികൾ ഏറെയുണ്ടായിട്ടും നടപടിയില്ല. ലൈറ്റ് പ്രകാശിപ്പിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവർ അനാസ്ഥ തുടരുകയാണ്. തഴവ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ്, ലോമാസ്റ്റ് ലൈറ്റുകളാണ് പ്രകാശിക്കാതിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതരാകട്ടെ ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതിൽ അനാസ്ഥ തുടരുകയുമാണ്. മണപ്പള്ളി അഴകിയകാവ് ക്ഷേത്രത്തിനും ഗവൺമെന്റ് LP സ്കൂളിനും വാട്ടർ ടാങ്കിനും മധ്യേയുള്ള അപകട സാധ്യതയുള്ള വളവിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റ് പ്രകാശിക്കുന്നില്ല. മണപ്പള്ളി പബ്ലിക് മാർക്കറ്റിനോട് ചേർന്നുള്ള ലോമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി. കുതിരപ്പന്തിയിലെ ലൈറ്റും പ്രകാശിക്കാത്ത സാഹചര്യമാണുള്ളത്. രാത്രികാലങ്ങളിൽ വാഹനയാത്രികരെ ഉൾപ്പെടെ ലൈറ്റുകൾ പ്രകാശിക്കാത്തത് ബാധിക്കുന്നുണ്ട്. ഒരു ഹൈമാക്സ് ലൈറ്റ് വർഷങ്ങൾക്ക് മുമ്പ് മുൻ MLA R രാമേന്ദ്രൻ കൊണ്ടുവന്നു. അത് കുറച്ച് ഈ അടുത്ത കാലങ്ങളിൽ അടുപ്പാത് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തൊട്ടടുത്ത് തന്നെ മണപ്പള്ളി ഗവൺമെൻറ് LP സ്കൂളും അതിൻ്റെ ക്ഷേത്രവും അതൊരു വളകൂടാണ്. അവിടെ മാസങ്ങളോളമായി ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞ് നടപടി എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ നാളുപേരായിട്ട് നടപടി സ്വീകരിച്ചിട്ടില്ല. കാരണം ഒന്നാമത് അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളും തൊട്ടടുത്തൊരു ക്ഷേത്രവും ഒരു മാർക്കറ്റിലാണ്. ജനങ്ങൾ ഒരുപാട് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ലൈറ്റ് കത്താതിരുന്നതിനാൽ അവിടെ അവിടെ പറഞ്ഞ ഒരു വളവും കൂടാണ്. ഇതൊരു പൊതുജനങ്ങളായിട്ട് കൂടുതൽ വരുന്നൊരു മാർഗ്ഗം. അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഈ 2 ലൈറ്റുകളും കത്തിക്കേണ്ടതാണ്. പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുന്നില്ലെന്ന പരാതിയുമുണ്ട്. MLA ഫണ്ടിൽ നിന്നും ലൈറ്റ് അനുവദിക്കാൻ തയ്യാറായിട്ടും തഴവ ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ അനുമതി നൽകുന്നില്ലെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. മിക്കയിടത്തും വഴിവിളക്കുകളും പ്രകാശിക്കാത്ത സാഹചര്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, തഴവ. ശാസ്താംകോട്ട നെടിയവിള VGHSS അംബികോദയം സ്കൂളിൽ ജേഴ്സി പ്രകാശനം നടന്നു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. നെടിയവിള അംബികോദയം VGSS സ്കൂളിലാണ് വിവിധ കായിക ഇനങ്ങൾക്കായി വിദ്യാർത്ഥികളുടെ ജേഴ്സി പ്രകാശനം നടത്തിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഇങ്ങനൊരു ക്യാമ്പൊക്കെ തുടങ്ങുന്നത്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ക്യാമ്പിന് വേണ്ടുന്ന എല്ലാ സഹായവും സഹകരണവും ഒക്കെ ചെയ്ത രാഹുൽ സാറിനും മാനേജ്മെന്റിനും അധ്യാപകർക്കും ഒക്കെ PTA നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പഞ്ചായത്ത് അംഗം പ്രഭാകുമാരി, MPTA അംഗം അനില, സ്കൂൾ പ്രിൻസിപ്പൽ ലേഖ, HM പ്രസീത, കായികാധ്യാപകൻ രാഹുൽ, ഗിരീഷ്, ശ്യാം, സൗമ്യ, ശോഭ, ഗോപികൃഷ്ണൻ, ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. ആർമി പ്ലെയറായ അജ്മൽ സാറ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ രാഹുൽ സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല കലാരംഗങ്ങളിലും നമ്മൾ ഓൺലൈനായി പരിശീലനം നൽകുന്നുണ്ട്. വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 100% SLCയിൽ വിജയം നേടാൻ നമുക്ക് ആയി. അതോടൊപ്പം
USS പരീക്ഷയിൽ ഈ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികളെ വിജയം നേടിക്കൊടുക്കാനായത് നമ്മുടെ സ്കൂളിലാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL കമ്പനിയിൽ CITUവിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർ, ഫോറം ജീവനക്കാർ എന്നിവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത മാനേജ്മെന്റ് നിലപാടിനെതിരെയാണ് IREL CITU നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, തൊഴിലാളി സമരം സിന്ദാബാദ്, തൊഴിലാളി സമരം സിന്ദാബാദ്, നടപ്പിലാക്കൂ 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 നടപ്പിലാക്കൂ. ആശ്രിത നിയമനം നടപ്പാക്കുക, നിയമനങ്ങളിൽ മൈനിങ് ഏരിയ നിവാസികൾക്ക് മുൻഗണന നൽകുക, സ്ഥിരം ജീവനക്കാർക്കുള്ളതുപോലെ മെഡിക്കൽ ആനുകൂല്യം ഫോറം ജീവനക്കാർക്ക് നൽകുക, മാനേജ്മെന്റിന്റെ അഴിമതി അവസാനിപ്പിക്കുക, കമ്പനിയുടെ ഖനന ആവശ്യത്തിനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി ഖനനത്തിന് ശേഷം എത്രയും പെട്ടെന്ന് തിരികെ നൽകുക, ഫോറം ജീവനക്കാർക്ക് റിട്ടയർമെന്റ് മെഡിക്കൽ സൗകര്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് IREL CITUവിന്റെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഈ അടുത്ത് മരിച്ചവരുമുണ്ട്. 10-19 വർഷവും 15 വർഷവും അവരുടെ ആശ്രിതരാണ്. കമ്പനി മാനേജ്മെൻറ്റ് നമ്മുടെ എടുക്കുന്ന നയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എടുക്കാം പിന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ബാക്കിയുള്ള ആൾക്കാരെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അനിശ്ചിതകാല സമരത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എടുക്കാം എന്ന് തീരുമാനം എടുക്കുന്നവരെ കണ്ടിന്യൂസ് സമരത്തിലേക്കാണ് CITUവിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം. CITU സംസ്ഥാന കമ്മിറ്റി അംഗം T മനോഹരനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL കമ്പനിയിൽ അനിശ്ചിതകാല സമരം തുടരാനാണ് CITUവിന്റെ തീരുമാനം. നമ്മൾ പറയുന്നത് നമ്മൾ ആശ്രിതരെ എടുക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ എങ്ങനെ എന്തോ വേണേലും എടുത്തു. കാത്തിരിഞ്ഞ് കുഴഞ്ഞ് ഇപ്പോൾ ഒരു 28-ാം തീയതി മനോഹര സഹകാരിലൊക്കെ കൂടിയാലോചിച്ചിട്ട് ഒരു സമരം നടത്താമെന്ന് പറഞ്ഞ് അനിശ്ചിതകാല സമരമാണ് കമ്പനി മാനേജ്മെൻറ്റിനെതിരെ. ഒന്നേ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം പറയുക. എന്തായാലും ഞങ്ങൾ ജോലി കിട്ടിയിട്ടേ പിന്മാറുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ ജോലി ഇല്ലാതെ ഈ പന്തലിൽ നിന്ന് പുറമോട്ടില്ല. അത് 100% ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പറയുകയാണ്, ജോലി കിട്ടാതെ ഇവിടുന്ന് ഒരടി പുറമോട്ടില്ല. CITU ജില്ലാ കമ്മിറ്റി അംഗം R രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM CITU നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓയിൽ പാം ഏരൂർ എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ഗോവർദ്ധൻ ബയോഗ്യാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കേരള ശുചിത്വ മിഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. മന്ത്രി P പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കേരള ശുചിത്വ മിഷനുമായി സഹകരിച്ചാണ് ഓയിൽ പാം ഏരൂർ എസ്റ്റേറ്റിൽ ഗോവർദ്ധൻ ബയോഗ്യാസ് പദ്ധതി സ്ഥാപിച്ചത്. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യം കുറയ്ക്കുന്നതിനോടൊപ്പം അതിൽ നിന്നും പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നു അല്ലെങ്കിൽ ഒഴിവാകുന്നു. അതോടൊപ്പം തന്നെ പുതിയൊരു ഉൽപ്പന്നത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഉൽപ്പന്നത്തെ ഉണ്ടാക്കാനും കഴിയും. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയാനുള്ളതല്ലെന്നും ഇത് ഓരോന്നും ഓരോ അസംസ്കൃത വസ്തുവാണെന്നും പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ധാരണ ഉണ്ടാകുമായിരുന്നില്ല. എത്ര പെട്ടെന്നാണ് നമുക്കത് ബോധ്യപ്പെടുത്തിരുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ ഗോവർദ്ധൻ എന്ന ഈ പദ്ധതി ബയോഗ്യാസിന്റെ രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തള്ളിക്കളഞ്ഞിരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യമായി ബുദ്ധിമുട്ടുണ്ടാക്കാമായിരുന്ന ഒന്നിനെ മറ്റൊരു ഉൽപ്പന്നത്തിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവായി നമ്മുടെ കയ്യിലേക്ക് എത്തുക. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്, ഓയിൽ പാം ചെയർമാൻ R രാജേന്ദ്രൻ, MD ജോൺ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം C അംബികകുമാരി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജയൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ചെങ്കോട്ട കോയമ്പത്തൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. റെയിൽവേ പാത ബ്രോഡ് ഗേജ് ആക്കിയിട്ട് 8 വർഷം. സർവീസ് ഇതുവരെയും തിരികെ വന്നിട്ടില്ല. അധ്യാപക നിയമനത്തിൽ ഹൈക്കോടതി ഇടപെടൽ. അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനം വേണമെന്ന് ഹൈക്കോടതി. ഭിന്നശേഷിക്കാരുടെ ഒഴിവുകൾ നികത്തുന്നതിനായി സർക്കാർ തയ്യാറാക്കുന്ന പട്ടികയും പരിഗണിക്കണം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL അനിശ്ചിതകാല സമരം. കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർ, ഫോറം ജീവനക്കാർ എന്നിവരുടെ ന്യായമായ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ലെന്ന് ജീവനക്കാർ. IREL CITU നേതൃത്വത്തിലാണ് അനിശ്ചിതകാല സമരം. ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയ്ക്ക്
ബ്രേക്ക്. 1 പവൻ സ്വർണത്തിന്റെ വില 70,040. 10 ദിവസത്തിനിടെ പവന് കുറഞ്ഞത് 4,000-ലധികം രൂപ. 2 ദിവസമായി വിലയിൽ മാറ്റമില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.